ഈ ഇന്നലെ വരെ നമ്മൾ ചിന്തിച്ച കാര്യം നമുക്ക് പശ്ചാത്തലം അബ്രഹാം പാസ്റ്റർ പറഞ്ഞു എന്ന് മാത്രമല്ല, എനിക്ക് ഈ വാക്യം 6:14 എന്ന് പറയുന്ന വലിയൊരു ആവേശമാണ്. ബൈബിൾ എന്ന് വായിക്കാൻ തുടങ്ങിയോ അന്ന് തൊട്ട് വെറുതെ ഇതങ്ങ് ഉറക്കെ രണ്ടു വട്ടം അങ്ങ് വായിച്ചാൽ മതി. എനിക്കൊരു ഭയങ്കര ഒരു ആവേശം തരുന്ന ഒരു വാക്യമാണ്. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാ ലോകം എനിക്ക്, ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതായിട്ടുള്ള ഭാഗം. അപ്പം അത് വരുന്ന ഒരു ഇംഗ്ലീഷ് ഗാനം, ഞാൻ ഒരു സ്റ്റാൻസ മാത്രമേ പാടുന്നുള്ളൂ, സമയമില്ലാത്തത് കൊണ്ട്. പാട്ടുകാരൊക്കെ ചിലരൊക്കെ താഴെ ഇരിപ്പുണ്ട്, അവരോടുള്ള ക്ഷമാപണത്തോടെ പാടുക. When I survey the wondrous cross on which the Prince of Glory died, my richest gain I count but loss, and pour contempt on all my pride. Forbid it, Lord, that I should boast, save in the death of Christ my God. All the vain things that charm me most, I sacrifice them to his blood. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വചനത്തിന് മുമ്പാകെ നമ്മളായിരിക്കുന്നതിൽ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ പറയണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ ഞാനും ഈ വചനഭാഗത്തേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ച ഒരു കാര്യം, ആരും ഈ ദൈവവചന ഭാഗം കേൾക്കുമ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ട് പോകരുത് എന്ന് ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. ന്യായപ്രമാണം മാറിപ്പോയെന്നോ ന്യായപ്രമാണം ഇല്ലെന്നോ വേണ്ടെന്നോ ഒന്നുമല്ല പറഞ്ഞേക്കുന്നത്. ഇന്നലെ നമ്മൾ തിമോത്തിയോസിൽ നിന്ന് 1 തിമോത്തി അതിൻ്റെ 6-ാം വാക്യം നമ്മൾ ഇന്നലെ എടുത്ത് പ്രത്യേകം വായിക്കാനിടയായിട്ട്. അപ്പോൾ ഈ നമ്മൾ പറയുന്ന ആശയത്തിൻ്റെ ഉള്ളടക്കം ഇത്രമാത്രമേ ഉള്ളൂ. എഴുതപ്പെട്ട ചില ലിഖിതമായിട്ടുള്ള ചില പ്രമാണങ്ങളെക്കാൾ ഉപരി ന്യായപ്രമാണ കർത്താവ് തന്നെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വസിക്കുകയും നമ്മളോട് സംസാരിക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് വീണ്ടും എഴുതപ്പെട്ട ആ പ്രമാണത്തിൻ്റെ ഓർമ്മകളിലേക്ക് പോകുന്നതിനേക്കാൾ ഉപരി ആ പ്രമാണ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മളോട് സംസാരിക്കുന്ന ആ വാക്കുകളെ കേൾക്കാനും, പ്രമാണകർത്താവ് അത് ഹൃദയത്തോട് സംസാരിക്കുമ്പോൾ ഒരിക്കലും പ്രമാണത്തിന് കോൺട്രഡിക്റ്റ് ചെയ്യാനായിട്ട് സംസാരിക്കത്തില്ല എന്നുള്ള സത്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. അപ്പോൾ ആ ദൈവത്തിൻ്റെ ഫുൾനെസ്, ആ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിച്ചിരുന്ന കർത്താവ്, ആ കർത്താവിൻ്റെ സാന്നിധ്യം അവനിൽ നമ്മളും സമ്പൂർണരായിരിക്കുന്നു എന്ന് വചനത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കൊളോസ്യയിൽ നമ്മൾ വാക്യങ്ങൾ എടുത്തതുപോലെ അങ്ങനെ ഒരു നിറവിലേക്ക് കടന്നു വരാനായിട്ട് കർത്താവ് നമുക്ക് ഭാഗ്യം നൽകി എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നു മാത്രമല്ല, നമ്മൾ ദൈവത്തിൻ്റെ ശബ്ദം മതി എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്കറിയാമല്ലോ, പ്രത്യേകിച്ച് ഈ ന്യായപ്രമാണത്തിൻ്റെ വിഷയങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ പൗലോസ് അത് ഇലാബറേറ്റ് എടുത്ത് പ്രമാണം എന്താണ്, അതിൻ്റെ നന്മ എന്താണ്, അതിന് നമ്മൾ എങ്ങനെയാണ് അതിന് വിധേയപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട ഒരു കണ്ടൻഷൻ ഉണ്ടായ, തർക്കവിഷയമുണ്ടായ ഒരു വിഷയം എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് മുന്നോട്ട് കടന്നു വന്ന ദൈവഭക്തന്മാര് വീണ്ടും പരിച്ഛേദന ഏൽക്കേണ്ടതുണ്ടോ, അതുപോലെ ചില യഹൂദന്മാരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വീണ്ടും ആചരിക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഒരു തർക്കവിഷയം എന്നുള്ളത്. അല്ലാതെ ന്യായപ്രമാണത്തെ ചൊല്ലിയുള്ള നേരിട്ടുള്ള വിഷയങ്ങളല്ലായിരുന്നു. എന്നാൽ പൗലോസ് അത് വിവരിക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലവും അതിൻ്റെ ഗൗരവവും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പൗലോസ് അതിനെ മൊത്തമായിട്ടെടുത്ത് വ്യാഖ്യാനിക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ഭാരപ്പെടുകയാണ്, അയ്യോ ഇവരൊക്കെ ഈ പറയുന്നത് ന്യായപ്രമാണം പോയി ഇനി എങ്ങനെ വേണേലും ജീവിക്കാം എന്നുള്ള നിലയിലാണ് അവരൊക്കെ പറയുന്നതെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അത് കേവലം തെറ്റായ ഒരു ധാരണ. അങ്ങനെ ആരും ഇവിടെ പറഞ്ഞിട്ടില്ല, അങ്ങനെ ആരും ചിന്തിക്കുകയും ചെയ്യണ്ട.
ന്യായപ്രമാണത്തിന് നമ്മൾ വിധേയരല്ലാതായി തീരുന്നത്, അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന് നമ്മുടെ ജീവിതത്തിൽ കർത്തൃത്വം ഇല്ലാതിരിക്കുന്ന അനുഭവം എന്താണെന്ന് വചനത്തിൽ നമ്മൾ ഇന്നലെ തന്നെ കാണാനായിട്ട് ഇടയായിട്ട് തീർന്നു. അതാണ് നമ്മൾ വായിക്കുന്നത്. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല എന്ന് 5-ാം അധ്യായം 18-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു. തുടർന്ന് ആത്മാവിന്റെ ഫലം വായിക്കുമ്പോഴും അവിടെയും കാണുന്നുണ്ട് സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, സ്നേഹം, പരോപകാരം, ദയ, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം എന്നീ ഇത് പറഞ്ഞിട്ട് പറയുക, ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. എന്തുകൊണ്ടാണ് നമ്മൾ ന്യായപ്രമാണത്തിനും ഉപരിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ആ നീതി നിവർത്തിക്കപ്പെടുന്നത് കൊണ്ട്, കർത്താവ് തന്നെ നമ്മളിൽ ഇരിക്കുകയും നമ്മളെ നടത്തുകയും ചെയ്യുന്നത് കൊണ്ട്, ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിക്കപ്പെട്ടിട്ടാണ് നമ്മൾ പറയുന്നത് പിന്നെ നമ്മളതിന് അധീനരല്ല എന്ന് പറയുന്നത്. അല്ലാതെ അനുസരിക്കാതെ നടക്കാനുള്ള ഫ്രീഡം അല്ല തന്നേക്കുന്നത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം അവിടെ നോട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ആത്മാവിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് വരാത്ത ഒരു വ്യക്തി നിശ്ചയമായിട്ടും ഈ പ്രമാണത്തിന് കീഴ്പ്പെട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ആ പ്രമാണം അവന് ആവശ്യവുമാണ്. എന്നാൽ ആത്മാവിന്റെ സ്വാതന്ത്ര്യത്തിലേക്കും ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നതിനേക്കാളും ഉന്നതമായ നിലയിൽ, അത് നമ്മൾ വായിക്കുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ കർത്താവ് പല പ്രമാണങ്ങളെയും ഒന്നും കൂടെ അതിനെ അമെൻഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒന്നുകൂടെ പരിഷ്കരിച്ച് പറയാനായിട്ട്, എന്താണ് അതിന്റെ അർത്ഥം, അമെൻഡ് ചെയ്യുകയല്ല സത്യത്തിൽ ചെയ്തത്, ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള ആ പ്രമാണം നൽകിയത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്, കത്തിയെടുത്ത് കുത്തിക്കൊന്ന് കഴിയുമ്പോൾ മാത്രമല്ല കൊലപാതകമായി തീരുന്നത്, ആ നിലയിലുള്ള വികാരം മനസ്സിൽ ഉടലെടുക്കുമ്പോൾ തന്നെ ആ കൊലപാതകത്തിന് സമാനമായ ഒരു സമീപനവും ഒരു ചിന്തയും ഹൃദയത്തിൽ വന്നു കഴിഞ്ഞു. അത് തെറ്റാണ് എന്ന് കർത്താവ് വ്യക്തമാക്കി പറഞ്ഞത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു വ്യക്തി ആ കത്തിയെടുത്ത് കുത്തുന്ന സമയത്തല്ല അത് കൊലപാതകവും തിരിച്ചറിയുന്നത്. അവന്റെ മനസ്സിന്റെ മൂലയ്ക്കെങ്ങാനും ഇതുപോലുള്ള ഒരു പ്രതികാര ചിന്തയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലയിലുള്ള പാപകരമായ ചിന്തകള് മൊട്ടിടുമ്പോൾ തന്നെ, അത് തുടങ്ങുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനാൽ പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ആ ചിന്തയെ തിരിച്ചറിയാനും ആ ചിന്തയെ ആ മുളയിലെ നുള്ളിക്കളയാൻ തക്കവണ്ണം പരിശുദ്ധാത്മ ശക്തിയാൽ അവന് സാധിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് അടിവരയിട്ട് പറയുന്നതായിട്ടുള്ള കാര്യം. എന്ന് മാത്രമല്ല, ദൈവത്തിന്റെ വചനത്തിൽ പുതിയ നിയമത്തിൽ തന്നെ കൽപ്പനകളില്ല എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയത്തില്ല. പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് പല കൽപ്പനകളും നൽകിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? എല്ലാം കണ്ണുമടച്ച് ഓരോ ഇൻസ്റ്റൻസ് വരുമ്പോഴും അങ്ങ് കണ്ണടച്ച് പ്രാർത്ഥിച്ച് അന്നേരമുള്ള ദൈവഹിതം മനസ്സിലാക്കി പോകണല്ലേ വേണ്ടിയത്. പ്രമാണ കർത്താവ് ഉള്ളിലുണ്ടല്ലോ എന്ന് നമ്മൾ പറയും. അതല്ല അതിന്റെ അർത്ഥം. ചില കാര്യങ്ങളിൽ ഇപ്പൊ സഹോദരനെ സ്നേഹിക്കുക എന്നുള്ള ഒരു വിഷയത്തിൽ അവിടെ അന്നേരം ഇരുന്ന് ഡോക്ടർ ജോസ് ഇരിക്കുന്നു, ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കണോ വേണ്ടയോ എന്ന് ഞാൻ അന്നേരം പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ദൈവത്തിന്റെ വചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്, സഹോദരനെ സ്നേഹിക്കാത്തവൻ കൊലപാതകനാകുന്നു. അപ്പോൾ നിശ്ചയമായിട്ടും ഒരിക്കലും മാറാത്ത ഇമ്മ്യൂട്ടബിൾ ആയിട്ടുള്ള ദൈവത്തിന്റെ ഹിതത്തെ പറ്റിയുള്ള വെളിപ്പാടുകൾ പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ തന്നെ വചനത്തിൽ നൽകിയിട്ടുണ്ട്. അത് ഏത് ആത്മാവിന്റെ നടത്തിപ്പിന്റെ കീഴിലും നമുക്ക് മാറ്റാനായിട്ട് നമുക്ക് പറ്റുന്നതല്ല. അത് ഏത് നടത്തിപ്പുണ്ടെന്ന് പറഞ്ഞാലും ഈ പറയപ്പെട്ട സ്നേഹത്തിനോ കൂട്ടായ്മ ആചരിക്കുന്നത് ദൈവഹിതമാണോ? കൂട്ടായ്മ ആചരിക്കുന്നത് എപ്പോഴും ദൈവഹിതമാണ്. അതുപോലെ തന്നെ ഓരോരോ വിഷയങ്ങളിൽ നമുക്ക് കണ്ടാൽ പുതിയ നിയമത്തിൽ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഇവിടെ തന്നെ വായിക്കുന്നുണ്ട്, അതിഥി സൽക്കാരം മറക്കരുത്, എബ്രായ ലേഖനത്തിൽ സഹായിക്കാനും കൂട്ടായ്മ കാണിക്കാനും മറക്കരുത്, ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. ഇതൊക്കെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തപ്പെട്ട കാര്യമാണ്. എന്നാൽ ഏത് സാഹചര്യത്തിൽ എങ്ങനെ ദൈവാത്മാവിന്റെ ഗൈഡൻസ് അനുസരിച്ച് അത് നമ്മൾ ചെയ്യണം എന്നുള്ളതും നമുക്ക് ദൈവവചനത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഒരിക്കലും എഴുതപ്പെട്ട പ്രമാണത്തിന്റെ നിലവാരത്തിന് താഴെ പോയിട്ടല്ല, എഴുതപ്പെട്ട പ്രമാണത്തിന്റെ നിലവാരത്തിനുംക്കാൾ ഉയർന്ന് ജീവിക്കുന്നതിലൂടെയാണ് ന്യായപ്രമാണത്തിന് നമ്മുടെ ജീവിതത്തിൽ അതല്ലെങ്കിൽ അതിന്റെ നിയന്ത്രണത്തിൽ നിന്ന് അധീനരല്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുന്ന അർത്ഥം എന്ന് ദയവായിട്ട് മനസ്സിലാക്കണം. ആരും അങ്ങനെ പ്രമാണം പോയി ഉത്കണ്ഠപ്പെടരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഭാഗത്തേക്ക് കടന്നു വരാനാകി. നമ്മൾ ഇന്നലെ കണ്ടു, ക്രിസ്തുവേശിനുള്ളവർ ശരീരത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു എന്ന് നമ്മൾ കാണാനായിട്ട് ഇടയാക്കുന്നത്. അതുകൊണ്ട് ഈ ഭാഗത്ത് 6-ാം അധ്യായം പറയുമ്പോൾ ഈ തികഞ്ഞ ന്യായപ്രമാണത്തെക്കുറിച്ചും ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചും പുതിയ നിയമ ജീവിതത്തെക്കുറിച്ചും അതിൻ്റെ മെച്ചങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് ഹൈലൈറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രായോഗിക വശത്തേക്കാണ് 6-ാം അധ്യായത്തിൽ കടന്നു വരുന്നത് എന്ന് നമുക്കറിയാമല്ലോ. ഈ നമ്മളെ ലോകത്തിൽ ഞാനിവിടെ മനസ്സിലാക്കുന്നത് ഇവരെ അങ്ങനെ പറയുന്നതിന് കേവലം തിയറിറ്റിക്കലായിട്ട് ചില
പരിച്ഛേദന ആചരിക്കണം എന്നുള്ളൊരു വിഷയത്തിൽ മാത്രമല്ല, ഈ ഗലാത്യ വിശ്വാസികൾ ചിലര് സത്യം പറഞ്ഞാൽ ഇവരുടെ ഈ ദുരുപദേശത്തിൽ തെറ്റിപ്പോകാനും ചിലർ ചില പാപകരമായ അനുഭവങ്ങളിലേക്ക് പോകാനും ഇടയായി എന്ന് ഞാനങ്ങ് പ്രസ്യൂം ചെയ്യുക. അത് പ്രത്യേകിച്ച് അവിടെ തെളിവൊന്നുമില്ല. എന്നാൽ തന്നെ ഇതിന്റെ വരികൾക്കിടയിൽ ഞാനങ്ങ് വായിക്കാൻ ശ്രമിക്കുക. കാരണം ഒരു വ്യക്തി വിശ്വാസത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്നും കൃപയാൽ രക്ഷിക്കപ്പെട്ട പാപിയാണ് ഞാനെന്നുള്ള ആ കാഴ്ചപ്പാടിൽ നിന്ന് മാറിപ്പോയാൽ പിന്നെ മുടിയംപുത്രന്റെ മൂത്ത ചേട്ടന്റെ അനുഭവത്തിലേക്ക് അവൻ എത്തിച്ചേരാനിടയായി തീരും. എപ്പോഴും അവൻ കൃപയിൽ നിന്ന് വീണു പോകുന്ന ഒരു അനുഭവത്തിൽ ആയിത്തീരാനിടയും. ഞാൻ കഴിഞ്ഞ ദിവസം 2-3 വർഷം മുന്നേ ഞാൻ പ്രസംഗിച്ച ഒരു നോട്ട് ഞാൻ നോക്കുമായിരുന്നു ഗലാത്യയിലെ. അപ്പൊ അതിൽ ഞാൻ അതിൽ തന്നെ എഴുതി വെച്ചേക്കുന്നത് ഞാൻ കണ്ടു, കൃപയാൽ രക്ഷിക്കപ്പെട്ട പാപിയെ മാത്രമേ പരിശുദ്ധാത്മാവ് വഴി നടത്തൂ എന്ന് ഞാൻ എഴുതി വെച്ചേക്കുന്നത്. പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുക, അല്ലാതെ പഴയ നിയമത്തിലോ മറ്റു ഭാഗങ്ങളോ ദൈവം നടത്തിയിട്ടില്ല എന്ന് പറയുകയല്ല. പുതിയ നിയമത്തിന്റെ ഉപദേശത്തിന്റെ വെളിച്ചത്തിൽ കൃപയാൽ രക്ഷിക്കപ്പെട്ട അർഹതയില്ലാത്ത ഒരു പാപിയാണ് ഞാൻ എന്ന് വിശ്വസിക്കുകയും അതേ കാഴ്ചപ്പാട് ജീവിതത്തിൽ ഉടനീളം പുലർത്തുന്ന ഒരു വ്യക്തിയെ മാത്രമേ ദൈവത്തിന് പരിശുദ്ധാത്മാവിന് വഴി നടത്താൻ കഴിയത്തുള്ളൂ. എന്ന് വെച്ച് പാപത്തിൽ തുടരുന്നവൻ എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ആ അർത്ഥത്തിലല്ല. ഞാൻ കൃപയാൽ രക്ഷിക്കപ്പെട്ട ഒരു പാപിയാണ്, എന്റെ അവസാനം വരെയും എൻ്റെ അഡ്രസ് അത് തന്നെയാണ്. കൃപയാൽ, നമ്മൾ ഒരു സഹോദരനെ കുറിച്ച് വായിക്കുന്നത് കൃപയാൽ വിശ്വംഭരൻ എന്ന് പറഞ്ഞ പോലെ, കൃപയാൽ ജയ്ദീപ്, കൃപയാൽ ജോസ്, അല്ലെങ്കിൽ കൃപയാൽ ബിജോ എന്ന് പറയാൻ തക്കവണ്ണം ഞാൻ ആകുന്നത് കൃപയാലാകുന്നു, എങ്കിലും എന്നോടുള്ള ദൈവകൃപ ഞാൻ വേസ്റ്റ് ആക്കിയില്ല എന്ന് പൗലോസ് പറയുന്നത് പോലെ, ഈ കൃപയാൽ രക്ഷിക്കപ്പെട്ട ഒരു പാപിക്ക് മാത്രമേ വേറൊരുത്തന്റെ വേദന മനസ്സിലാവത്തുള്ളൂ. പൗലോസ് പറയുന്നു, സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാമല്ലോ, ചില മാനസിക വിഭ്രാന്തി പിടിച്ച ആൾക്കാരുടെ ചില അഭിനയങ്ങളൊക്കെ നമ്മൾ ചില ഇതിലൊക്കെ കണ്ടിട്ടുണ്ട്. അവരുടെ വിചാരം എന്താന്ന് വെച്ചാൽ അവർക്ക് എല്ലാം ഓക്കെയാ, ബാക്കിയുള്ളവർക്കൊക്കെയാണ് മാനസിക വിഭ്രാന്തി എന്നേ എപ്പോഴും പറയത്തുള്ളൂ. ചിലർ ഡോക്ടർമാരായിട്ടൊക്കെ അഭിനയിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഈ രക്ഷിക്കപ്പെട്ട ഒരു മാനസിക വിഭ്രാന്തിയുള്ള ഒരു മനുഷ്യന് വേറൊരു വിഭ്രാന്തിയുള്ള ഒരു മനുഷ്യന്റെ കാര്യങ്ങൾ കാണുമ്പോൾ അവനൊരു ചിരിക്കാനുള്ള ഒരു വകയായിട്ടേ പലപ്പോഴും തോന്നുള്ളൂ. നമുക്കും അങ്ങനെയാണ് ആയിത്തീരുന്നത്. എന്നാൽ ഈ വ്യക്തിയോട് സിമ്പതൈസ് ചെയ്യാൻ ആർക്ക് കഴിയുന്നേ? ആ അനുഭവത്തിൽ ഏകദേശം ഞാൻ ആ അവസ്ഥയിലാണെങ്കിൽ, എൻ്റെ കുടുംബാംഗങ്ങളൊക്കെ ആ അവസ്ഥയിലാണെങ്കിൽ എൻ്റെ ഇത് എന്തായിരിക്കും എന്നൊന്ന് ചിന്തിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ശരിയായിട്ട് അതൊന്ന് സിമ്പതൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ രക്ഷിക്കപ്പെടാത്തവന്റെ ഒരു വേദന, അവന്റെ അനുഭവം എന്താണെന്ന് യഥാർത്ഥമായും കൃപയാൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതലിന് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് ദൂതന്മാർക്ക് പോലും ഈ സുവിശേഷീകരണം ഏൽപ്പിച്ചു കൊടുക്കാതെ കൃപയാൽ രക്ഷിക്കപ്പെട്ട പാപികളുടെ കയ്യിൽ ഈ സുവിശേഷീകരണം ഏൽപ്പിച്ചത്. അവനറിയുന്നത്ര വേദന, അല്ലെങ്കിൽ അവന് മനസ്സിലാക്കാൻ കഴിയുന്ന ആ സ്കോപ്പ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദ ഡിഫിക്കൽട്ടി ഓഫ് എ സിന്നർ, അത് വേറെ ആർക്കും ലോകത്തില്ല. കാരണം അവൻ ആ അവസ്ഥയിലായിരുന്നു. എന്നാൽ ഒന്നുമില്ലാതെ സാധു ക്ഷീണൻ കുരുടൻ എന്ന് പാടി അവനെ എല്ലാം നൽകി കർത്താവ് നീതിവസ്ത്രം കൊടുത്ത് ദൈവം ഒരു സ്ഥാനത്തേക്ക് ആക്കുമ്പോൾ അവന്റെ ഹൃദയത്തിലാണ് ഈ ആത്മഭാരവും മറ്റുള്ളവരെ കുറിച്ചുള്ള കൺസേണും അധികമായിട്ടുണ്ടാവേണ്ടത്. പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ ഈ ആത്മഭാരം എന്ന് പറഞ്ഞ പൗലോസ് നമ്മൾ കണ്ടു 9-ാം അധ്യായം റോമാലേഖനത്തിൽ, ഞാൻ ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനാകുവാൻ ആഗ്രഹിക്കുമരുത്. ഞാൻ അങ്ങനെ പോകുന്നവരുടെ എന്തെങ്കിലും ഫലം ഉണ്ടായിരുന്നെങ്കിൽ അത് ഫലമില്ല എന്നുള്ളത് പൗലോസിനും അറിയാം. അപ്പോൾ ഇത് വലിയൊരു കൺസേൺ ആയിട്ട് ഈ ദിവസങ്ങളിൽ കർത്താവേ നിനക്കുള്ള ആ ആത്മാക്കളെ കുറിച്ചുള്ള ആ ഭാരവും ആ കാഴ്ചപ്പാടും നീ എനിക്ക് തരികയും എന്ന് മാത്രമല്ല, കർത്താവ്, നമ്മൾ പലപ്പോഴും ഒരുത്തന്റെ അപ്പിയറൻസ് കണ്ടും അവന്റെ വിദ്യാഭ്യാസം കണ്ടും അവന്റെ ചില ശ്രേഷ്ഠതകൾ കണ്ടും ഒക്കെയാണ് വിലയിടുന്നത്. കർത്താവ് പറഞ്ഞു, ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചു പോകുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. നമുക്കറിയാം, പല വ്യക്തികളും ഒരുപക്ഷെ ജഡീകമായിട്ടുള്ളതോ ആ നിലകളിലൊക്കെയുള്ള ചില പാപങ്ങളിലോ തിന്മകളിലോ ഒക്കെ ആയിരിക്കും വീണു പോകുന്നത്. അപ്പൊ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, അല്ല, എൻ്റെ പ്രിയപ്പെട്ടവരാരെങ്കിലും അങ്ങനെ ഒരവസ്ഥയിലായാൽ ഞാൻ അവരോട് മാറി നിൽക്കുവോ? ഓഫ് കോഴ്സ് അവൻ ആ പാപത്തിൽ തുടരുന്നിടത്തോളം അവൻ ചെയ്യുന്ന കാര്യം ശരിയെന്ന് പറയാൻ കഴിയത്തില്ല. എന്നാൽ അവൻ ആ പാപത്തെ വിട്ട് ആഴമായി മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ ആദ്യം പോയി അവനെ റെസ്റ്റോർ ചെയ്യേണ്ടതും, അല്ലെങ്കിൽ അങ്ങനെ ഒരു മാനസാന്തരത്തിന് അനുഭവത്തിലേക്ക് അവനെ നടത്താനായിട്ട് സാധ്യതയുണ്ടെങ്കിൽ അതിനാദ്യം പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി കാലുകൾ വെക്കുകയും ചെയ്യേണ്ടത് ആത്മീയരായിട്ടുള്ള നമ്മൾ തന്നെ. എത്രയോ വചനങ്ങൾ അബ്രഹാം പാസ്റ്റർ പറഞ്ഞു. അതുപോലെ തന്നെ നമുക്കറിയാം, റോമാലേഖനം 15-ാം അധ്യായം വായിച്ചപ്പോൾ നമ്മൾ കണ്ടു, ആത്മീയരായ നിങ്ങൾ താങ്കളുടെ ചുമടുകളെ നിങ്ങൾ ശക്തരായി ഇരുന്നിട്ട് അശക്തരുടെ ഭാരങ്ങളെ നിങ്ങൾ ചുമക്കുകയും
നമ്മളിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം എന്ന് അവിടെ ഒരു വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം എന്നുള്ളത് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് വായിക്കുക. പിന്നെ എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും തമ്മിൽ തമ്മിൽ നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം എന്ന് പറഞ്ഞേക്കുക. അപ്പൊ ഈ ദിവസങ്ങളിൽ ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചു പോകാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആരും നശിച്ചു പോകാൻ ദൈവം. നമുക്കറിയാമല്ലോ, ഈ ഒത്തിരി പേര് ലോകത്ത് രക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിലും ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കൂടുതലുള്ള ഒരു രംഗമാ ഈ ക്രിസ്തീയ സുശീകരണ ഫീൽഡ് എന്ന് പറയുന്നത്. പല വ്യക്തികളും മുന്നോട്ട് കടന്നു വരുന്നുണ്ടെങ്കിലും ആ ഡിസൈപ്പിൾഷിപ്പിലേക്ക്, യഥാർത്ഥ മെച്യൂരിറ്റിയിലേക്ക് എത്തുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഒന്നുകിൽ അവൻ ജഡത്തിന് ഇതായിട്ട് വീണു പോകും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലവാരത്തിൽ വീണു പോകും, അല്ലെങ്കിൽ ഉപദേശ പെശകുകളിൽ പെട്ട് കൺഫ്യൂഷൻ അടിച്ചു പോകും. ക്രിസ്തു അവരുടെ ഹൃദയങ്ങളിൽ ഉരുവാകുവോളം ആകുന്ന ഒരു അനുഭവത്തിലേക്ക് വരാതെ പലപ്പോഴും പല അനുഭവങ്ങളാൽ തകർന്നു പോകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്, നമുക്ക് വേദന ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ ഒക്കെ അറിയാവുന്നവരും വളരെ പ്രിയപ്പെട്ടവരും ഇന്ന് ആ കൃപയുടെ കാഴ്ചപ്പാടിൽ നിൽക്കാൻ കഴിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് പോയിട്ടുള്ളത് നമുക്കറിയാം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ ഒരു കുടുംബാംഗത്തിൻ്റെ ഒരു വിഷയത്തിന് വേണ്ടി, അത് പറഞ്ഞാൽ ഇച്ചിരി വിഷമകരമായ ഒരു അനുഭവമാണ്. അത് അങ്ങനെ ഒരു അവസ്ഥയിൽ പോയി നിൽക്കാൻ രക്ഷിക്കപ്പെട്ടവരല്ല, പെടാത്തവർ പോലും ആഗ്രഹിക്കുകയില്ല. ഞാൻ ഇന്നാളിൻ്റെ ഇന്നാര ചേട്ടന അല്ലെങ്കിൽ അനിയന എന്നൊക്കെ പറഞ്ഞു പോയി നിൽക്കാൻ. എന്നാൽ ആ ഒരു അനുഭവത്തിൽ എനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എൻ്റെ മകൻ ഒരു തെറ്റ് ചെയ്താൽ അവൻ എൻ്റെ മകനല്ലാന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അവൻ ചെയ്തതിൻ്റെ ആ ഒരു തെറ്റിന്റെ പരിണതഫലമായിട്ട്, അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ അവനോട് കൂടെ പോയി ആയിരിക്കാനായിട്ട് എനിക്കേ കഴിയത്തുള്ളൂ. ഞാൻ വിചാരിക്കും ഞാനൊരു സുവിശേഷകനാണ്, ഞാൻ എങ്ങനെ പോയി നിൽക്കും? ഞാൻ എൻ്റെ ബൈബിളും മാറത്തടുക്കി പിടിച്ചുകൊണ്ട് ഒരു അധികാരിയുടെ മുന്നിൽ ഇങ്ങനെ ഇവന് വേണ്ടി അല്ലെങ്കിൽ ഇവന് വേണ്ടി പറഞ്ഞുകൊണ്ട്, സാർ പ്ലീസ് ഒരവസരം കൂടെ എൻ്റെ ഇന്ന വ്യക്തിയെ കൊടുക്കുക സാർ പ്ലീസ്. അപ്പം ഞാൻ ഈ ബൈബിളും മാറത്ത് അടുക്കി പിടിച്ച് നിന്ന് ആ വ്യക്തിയോട് പറയുക. അപ്പൊ ചോദിക്കുന്ന കാര്യം എന്താ? മനുഷ്യർക്ക് ആർക്കും ഒരുപക്ഷെ ക്ഷമിക്കാൻ കഴിയാത്ത നിലയിലുള്ള ഒരു വിഷയത്തിന് വേണ്ടി ഇതാക്കുക. അങ്ങനെ കുറെ നേരം നിന്ന് കഴിഞ്ഞപ്പം ആ അധികാരി പറഞ്ഞ ആയിക്കോട്ടെ ഒരവസരം കൂടെ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് എൻ്റെ കണ്ണിൽ നിന്ന് ആ സമയത്ത് കണ്ണുനീര് വരുന്ന ഒരു അനുഭവത്തിലാണ് ഞാനായിരുന്നത്. കാരണം എന്നിട്ട് വർഷങ്ങൾക്ക് ശേഷം എന്നോട് പറഞ്ഞു, നിങ്ങൾ ആ ബൈബിളും മാറത്തടുക്കി പിടിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി ആ വ്യക്തിയുടെ മുന്നിൽ നിൽക്കുന്ന കണ്ട് എൻ്റെ ഹൃദയം തകർന്നു പോയി എന്ന് എന്നോട് പറയാനിടയായത്. ഒരുപക്ഷെ എൻ്റെ പേര് പോയി, അല്ലെങ്കിൽ എന്നെക്കുറിച്ചുള്ള ധാരണ പോയി. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് വേണ്ടി മിണ്ടാനാണോ ഈ പുള്ളി ഈ ബൈബിളും പിടിച്ചുകൊണ്ട് നടക്കുന്നത് എന്ന് എന്നെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ഞാൻ അതിനെക്കുറിച്ച് കൺസേൺഡ് അല്ല എന്ന് പറയുന്നത്, നമ്മൾ ഒരു വ്യക്തിയെ അവൻ അകപ്പെട്ടു പോയ തെറ്റ്, പ്രത്യേകിച്ച് ജഡീയ, ഇംഗ്ലീഷ് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഒരു ജഡീയമായിട്ടുള്ള ഒരു നിലയിലുള്ള തെറ്റ് എന്നുള്ള നിലയിൽ അവിടെ കാണുന്നത്. ബ്രദേഴ്സ്, ഇഫ് someone is caught in a sin, you who are spiritual should restore him gently. അപ്പോൾ ആ നിലയിലുള്ള തെറ്റുകളിൽ ഒരുത്തൻ അകപ്പെട്ടു പോയാൽ, ഞാൻ ജഡീകമെന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് പ്രസ്യൂം ചെയ്യുക. അപ്പം അവനെ സൗമ്യതയുടെ ആത്മാവിൽ അവനെ യഥാസ്ഥാനപ്പെടുത്തുവിൻ. നമുക്കറിയാം, ഒരു തെറ്റിൽ വീണുപോയ ഒരു വ്യക്തിക്ക് പലപ്പോഴും മറ്റുള്ളവരെന്നെ കുറിച്ച് തെറ്റായി ചിന്തിക്കുമോ എന്നുള്ള ഒരു എക്സ്ട്രാ കെയറും, അതുപോലെ അഞ്ചയലത്തൂടെ പോയാൽ ചിലപ്പോൾ ഫീൽ ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള പല മാനസികാവസ്ഥയിൽ നമ്മളെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ഉള്ള ഒരു കൺസേൺ എന്ന് പറയുമ്പോൾ, എന്നെ പരിചയമുള്ള പലരും പറയും, ആ പുള്ളിയുടെ അടുത്ത് അഞ്ചയലത്ത് പോകാൻ പറ്റുകയില്ല, പുള്ളി മെഷീൻ ഗണ്ണുമായിട്ടിരിക്കുക, പുള്ളി ഇവിടെ. എന്നാൽ എന്നെ ക്ലോസ് ആയിട്ട് അറിയാവുന്നവരെ എനിക്കറിയാം, ഇതുപോലുള്ള പല സാഹചര്യങ്ങളിൽ പല സഹോദരങ്ങൾക്ക് വേണ്ടി നിൽക്കാനായിട്ട് ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇടയാക്കിയിട്ടുണ്ട്. എൻ്റെ പേരല്ല അവിടെ വിഷയം, പേര് പോകുന്നത് പൊയ്ക്കോട്ടെ, പേര് ദൈവം തരുന്നതാ. ആ ദൈവം തന്ന പേരാണെങ്കിൽ അത് അവിടെ തന്നെ നിൽക്കും. ഒരു ഭാരവും ആ വിഷയത്തിൽ നമുക്ക് തോന്നേണ്ട ഒരു കാര്യമില്ല. എന്നാൽ എൻ്റെ സഹോദരനെ ഈ കർത്താവെ, ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ പോയി അവന് വേണ്ടി നിൽക്കുമ്പോൾ അവൻ തിരിച്ചു വരുമെങ്കിൽ, അവന് വീണ്ടും ക്രിസ്തുവിൽ ഒരു ജീവിതം അവന് ലഭിക്കാൻ തക്കവണ്ണം അവൻ ആ വിശ്വാസത്തിലേക്ക് മടങ്ങി വരുന്നെങ്കിൽ, വീണുപോയ അവസ്ഥയിൽ നിന്ന് ക്രിസ്തുവിൽ അവനെ വീണ്ടും നിലനിർത്താൻ കഴിയുമെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. യാക്കോബിന്റെ ലേഖനത്തിലുള്ള ഇത് അബ്രഹാം പാസ്റ്റർ വായിച്ചു. നമുക്കറിയാം, പല വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ സെക്കൻഡ് ഇയർ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പം വിളിക്കുന്ന ഒരു വാക്യത്തിലൂടെ,
ആ വാക്യം ഇങ്ങനെ എന്നോട് ഹൃദയത്തിൽ ഇടപെട്ടതൊരു ദിവസം. മോനെ, നിന്നെ കൊയ്ത്തിന് വിളിക്കുവല്ല, ഇപ്പം വീണുപോയ മണികളുണ്ട് ഇതുപോലെ, ഇതിനെ പെറുക്കാനാണ് നിന്നെ വിളിക്കുന്നതെന്ന് എപ്പോഴും ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഓർക്കാറുണ്ട്. നീ കൊയ്യൊന്നും വേണ്ട, നീ കാലാ പെറുക്കിയാൽ മതി. ഞാൻ കുറെ നാള് കാലാന്നും പറഞ്ഞൊരു ഒരു ചെറിയൊരു ലെറ്റർ ഞാൻ പബ്ലിഷ് ചെയ്യുവാൻ, ആ കണ്ടംപററി ആയിട്ട് ദൈവം എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പല മെസ്സേജുകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു ചെറിയ ലെറ്റർ, അത് അധികമൊന്നും പബ്ലിഷ് ചെയ്തില്ല. എന്നാലും ഈ കാല എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമുക്ക് പ്രവാചക പുസ്തകങ്ങളിൽ വായിക്കുന്നു, പ്രവാചക നീ പോയി വേറെ യഹൂദായിൽ പോയി നീ, അല്ലെങ്കിൽ വേറെ ചില സ്ഥലത്ത് പോയി നീ പ്രവചിച്ച് എങ്ങനെയെങ്കിലും നിന്റെ ജീവസന്ധാരണം ചെയ്യാൻ നോക്ക് എന്ന് പറയുമ്പോൾ പ്രവാചകൻ തിരിച്ചു പറയുന്നത്, ഞാൻ പ്രവാചകനുമല്ല, പ്രവാചക ശിഷ്യനുമല്ല, കാട്ടത്തിപ്പഴം പെറുക്കുന്നവനും കാലാ പെറുക്കുന്നവനും അത്രേ എന്നുള്ള വാക്യം എനിക്ക് എപ്പോഴും ആവേശം തരുന്ന ഒരു വാക്യമാണ്. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, ഇന്ന് കൊയ്യാനായിട്ടും ഒക്കെ ഒത്തിരി പേരുണ്ട്. എന്നാൽ ഈ അവിടെ ഇവിടെ വീണു പോകുന്ന ഈ മണികളെ പെറുക്കിയെടുക്കാനായിട്ട് സൂക്ഷിച്ചോ, അത് ഒരുപക്ഷെ അനാഥനും വിധവയ്ക്കും ഒക്കെ വെച്ചേക്കുന്നതായിരിക്കും. അതും ഒരു ശുശ്രൂഷ തന്നെ. ഈ വീണു പോയിട്ടുള്ള ഒത്തിരി പേരെ മടക്കി കൊണ്ടുവരാനുള്ള ഒരു ഭാരം. കർത്താവെ, ഒരുപക്ഷെ 1 or 2 വിസിറ്റ് കൊണ്ട് പറ്റത്തില്ല. നമുക്കറിയാം, ഒരു വ്യക്തിയെ സുവിശേഷത്തിലേക്ക് കൊണ്ടുവരുന്നതിനേക്കാളും വിഷമകരമായ ഒരു അനുഭവമാണ് പിന്മാറിപ്പോയ ഒരുത്തനെ മടക്കിക്കൊണ്ടുവരിക എന്ന് പറയുന്നത്. അത് പലപ്പോഴും പുറംകാലുകൊണ്ട് തൊഴി തന്നെ തരും പല അവസരങ്ങളിലും എന്നുള്ളത് നമുക്കറിയാം. ഞാൻ പറഞ്ഞു പോവുക. അപ്പോൾ എന്നാൽ ഇതൊരു വലിയൊരു കൺസേൺ ഉള്ള ഒരു കാര്യമാണെന്ന് ഈ പകൽക്കാലം ഞാൻ ദൈവസന്നിധിയിൽ നമ്മൾ എന്നെ തന്നെയും നമ്മളെയൊക്കെ ഓർപ്പിക്കാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുക. ഒരുത്തൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുകയും, എന്നിട്ട് നീയും പരീക്ഷയിൽ വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. എനിക്കെപ്പോഴും ഈ കിണറ്റിൽ വീണ ഒരാളെ വള്ളിയിട്ടിട്ട് കയറ്റുന്നത് എനിക്കെപ്പോഴും ഓർമ്മ വരുന്നത്. കിണറിന്റെ പക്കത്ത് ഇടിയുന്ന വണ്ടിയിലാണ് നമ്മൾ നിൽക്കുന്നെങ്കിൽ നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് വീഴും, അവന്റെ ഭാരം കൂടി കയറേ വരുമ്പം. അപ്പൊ സേഫായിട്ട് നിന്നുകൊണ്ട്, നമുക്കറിയാം പല വ്യക്തികളെയും മാനസാന്തരപ്പെടുത്താനായിട്ട് വേശ്യാലയങ്ങളിലും മറ്റു പല സ്ഥലങ്ങളിലും പോയിട്ടുള്ള ചില ഭക്തന്മാരുടെയൊക്കെ കഥ അറിയാം. ദൈവം ഒരിക്കൽ പറഞ്ഞപ്പം അതൊരു അത്ഭുതം സംഭവിച്ചു, അത് പതിവാക്കി കഴിഞ്ഞപ്പോൾ അവർ അവിടെ തന്നെ ആയിത്തീർന്ന കഥകൾ നമുക്കറിയാം. അപ്പോൾ ഈ വൈറസ് ഇൻഫെക്ഷൻ നടക്കുന്നെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മുടെ സ്ഥിരത വിട്ട് വീണു പോകാതിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയും വേണം. അതേസമയം നമ്മൾ സഹോദരങ്ങളെ കുറിച്ച് കൺസേൺഡ് ആയിട്ട് ഇരിക്കുകയും വേണം. കാരണം മരിക്കുന്നത് വരെ ഒരു പിന്മാറിപ്പോയ സഹോദരന് മടങ്ങി വരാനുള്ള അവസരമുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കലും ഒരു പിന്മാറ്റത്തിൽ പോയ ഒരു പുള്ളിയെ പോയി ഒത്തിരി പറഞ്ഞിട്ടും ഇതായില്ല. അവസാനം ഞാൻ എബ്രായ ലേഖനം 6-ാം അധ്യായവും 10-ാം അധ്യായവും ഒക്കെ വായിച്ച് ഞാൻ സങ്കടപ്പെട്ടിരിക്കുമ്പം കർത്താവിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, ഇല്ല അവന് വേണ്ടി പ്രാർത്ഥിക്കും, ഇല്ല അവന്. ഞാൻ കർത്താവിനോട് പ്രൂഫ് പറഞ്ഞു, കർത്താവ് എബ്രായ ലേഖനം 6-ലും 10-ലും പറയുന്ന പോലെ അവൻ ചെയ്തേക്കുന്നത്, അവൻ എങ്ങനെ മാനസാന്തരപ്പെടും? ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, പിന്നെ അവന് വേണ്ടി പ്രാർത്ഥിക്ക്. കാരണം നമുക്ക് മെനക്കെടാതിരിക്കാനായിട്ട് ഊന്നുവടിയായിട്ട് ചില വാക്യങ്ങൾ ചിലപ്പോഴുണ്ടല്ലോ. ഞാൻ വാക്യങ്ങളുടെ ഇത് പറയുകയല്ല, നമ്മുടെ മടിക്ക് പലപ്പോഴും അതിനെ തടസ്സമാക്കി ഇതാക്കി വെക്കും. അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തെ അപമാനിക്കുന്നത് നിലയിലേക്ക് അവർ സംസാരിക്കുകയോ ഇടപെടുകയോ ചെയ്യുമ്പം അതിനേക്കാൾ താണു പോകാനായിട്ട് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കില്ല. ഞാനും ആഗ്രഹിക്കുകയില്ല. 2-3 വട്ടം പോയി, അവൻ മൈൻഡ് ചെയ്തില്ല, എന്നാൽ അവൻ്റെ വഴിക്ക് പോട്ടെ എന്നുള്ളൊരു മറ്റൊരു നമ്മൾ പോകുന്ന ഒരു അനുഭവം നമുക്കറിയാം. അപ്പോൾ എന്നിട്ടാ പറഞ്ഞത്, തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ, ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായ പ്രമാണം. അത് ഒരു വ്യക്തിയെ പിന്മാറ്റത്തിൽ നിന്ന് കൊണ്ടുവരുന്നതിനോടുള്ള ബന്ധത്തിലും ആത്മീയമായിട്ട് ഒരു വ്യക്തിയെ നിലനിൽക്കാൻ സഹായിക്കുന്നതിനോടുള്ള ബന്ധത്തിലും അവൻ ആത്മീയമായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ചില ഭാരമുള്ള ആത്മീയ വിഷയങ്ങളെ, അതിന്റെ ഭാരങ്ങളെ പ്രാർത്ഥനയിൽ പങ്കിടുന്നതുമായിട്ടാണ്. ഒരു ആത്മീയനായ ഒരു വ്യക്തിയാണെങ്കിൽ ഈ ശുശ്രൂഷ ഏറ്റവും അധികം നടക്കേണ്ടത് പ്രാർത്ഥനാ ജീവിതത്തിലാണ്. എനിക്കൊരു വ്യക്തിക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉപകാരം എന്താ? എനിക്ക് ഒരു വ്യക്തിക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉപകാരം ആ വ്യക്തിക്ക് വേണ്ടി ഭാരത്തോടെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. എൻ്റെ കർത്താവേ, നിന്റെ മകനെ രക്ഷിക്കണമേ, അവന്റെ കുറവുകൾ കണക്കിടരുത്, നീ കർത്താവേ അവന്റെ വീഴ്ചകളെ കണക്കിടാതെ നീ അവനെ തിരിച്ചു കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മുടെ ഏറ്റവും വലിയ സ്നേഹം വെളിപ്പെടുന്നത്. പ്രാർത്ഥന മാത്രം മതിയോ എന്ന് ഭാരപ്പെടേണ്ട. അങ്ങനെ ഭാരമായിട്ട് പ്രാർത്ഥിച്ചു കഴിയുമ്പം അതിലേക്കുള്ള വഴിയും കൂടെ കർത്താവ് തുറക്കും. ഡി ജോഷ സാറ് പണ്ടൊക്കെ പറയുന്ന ഒരു സ്ലോഗൻ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. അതിങ്ങനെയാണ്: ഇൻഫർമേഷൻ ലീഡ്സ് ടു ഇന്റർസെഷൻ ആൻഡ് ഇന്റർസെഷൻ ലീഡ്സ് ടു ഇൻവോൾവ്മെന്റ്. പല വചനം ഭാഗങ്ങൾ നോക്കിയാൽ അറിയാം. നെഹമ്യാവ് കരഞ്ഞു ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ. അത് അദ്ദേഹത്തെ ഇന്റർസീഡ് ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചു. അവസാനം അദ്ദേഹത്തെ അത് ഇൻവോൾവ് ചെയ്യാനായിട്ട് അത് ഇടയാക്കി.
ഇന്ന് ലോകത്ത് ഉള്ള പല സുവിശേഷ ഫീൽഡുകളും പല കാര്യങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ നമ്മുടെ പ്രാർത്ഥനയിലേക്ക് പ്രാർത്ഥനയിൽ മുട്ടുകുത്താൻ നമുക്ക് ഇടയാക്കുന്നെങ്കിൽ ഏതെങ്കിലും നിലയിൽ അതുമായിട്ട് ഇൻവോൾവ് ചെയ്യാനായിട്ട് ദൈവം ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഇടയാക്കി തീർക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അപ്പോൾ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ, ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ എന്ന് എഴുതിയേക്കുക. നമുക്കറിയാമല്ലോ, പെട്ടെന്ന് നമുക്ക് തോന്നുമ്പോൾ രണ്ട് വാക്യങ്ങൾ സൂപ്പർഫിഷ്യലായിട്ട് നോക്കുമ്പോൾ എതിരാ പറഞ്ഞേക്കുന്നതെന്ന് നമുക്ക് തോന്നും. ഒരിടത്ത് പറഞ്ഞേക്കുന്നു, ഓരോരുത്തൻ താൻ്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ, എന്നാൽ അവൻ അന്യോന്യ ഭാരങ്ങളെ ചുമപ്പീനെന്ന് പറഞ്ഞേക്കുന്നു. താഴെ 5-ാം വാക്യത്തിൽ താൻ്റെ ചുമട് ചുമക്കണമെന്നും പറഞ്ഞേക്കുന്നു. നമുക്കറിയാം രണ്ടാമത് പറഞ്ഞേക്കുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ പ്രവൃത്തിയെ ആക്ച്വലായിട്ട് നമ്മൾ ശോധന ചെയ്താൽ ഒരിക്കലും നമുക്ക് പ്രശംസിക്കാൻ ഇടയായി തീരത്തില്ല. അതിന്റെ കുറവുകളെ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ രാവിലെ സംസാരിക്കുന്നു, ഞാൻ ഇതിന്റെ റീപ്ലൈ ഒരുപക്ഷെ കേൾക്കും. അപ്പൊ എനിക്ക് റീപ്ലൈ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി എവിടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം, എവിടെയൊക്കെയാണ് ഞാൻ തെറ്റ് പറഞ്ഞത്, ആ പോയിന്റ് പറഞ്ഞത് ശരിയായില്ല എന്ന് ഞാൻ അതൊന്നുകൂടെ മനസ്സിലാക്കിയിട്ട് ഒരുപക്ഷെ നാളെ അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കുന്നത്. നമ്മുടെ കുറവുകൾ കണ്ടെത്താനാണ്, അല്ലാതെ ഞാൻ എന്തോ വലിയ കാര്യം ചെയ്തു എന്ന് പറഞ്ഞതുപോലെ ചെയ്യാനല്ല ദൈവം നമ്മളെ വിളിച്ചേക്കുന്നത്. നമ്മുടെ ഓരോ ചെയ്യുന്ന കാര്യങ്ങളിലുള്ള കുറവുകൾ നോക്കിയാൽ നമുക്കതെടുത്ത് ഹൈലൈറ്റ് ചെയ്യാനും മറ്റുള്ളവരുടെ മുന്നിൽ ഏതാണ്ട് ചെയ്ത നിലയിൽ നമുക്കത് ഉയർത്തി കാണിക്കാനും ഒന്നും ഇടയാവത്തില്ല. എന്ന് മാത്രമല്ല, മറ്റുള്ളവരുടെ ഇതിനെയും കൂടെ അപ്രിഷിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഹൃദയവും കൂടെ ദൈവം നമുക്ക് തരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ 2 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ട് നമുക്കറിയാമല്ലോ, വിതയ്ക്കുന്നതിന്റെ കൊയ്യുന്നതിന്റെ പ്രിൻസിപ്പിൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമുക്കിതറിയാം, ആത്മീയമായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജഡത്തിൽ വിതയ്ക്കാതെ ആത്മാവിൽ വിതയ്ക്കാനുള്ള അവസരം എല്ലാ നിലയിലും, അത് സാമ്പത്തികമായിട്ടാകട്ടെ, നമ്മുടെ വ്യക്തിത്വത്തിലുള്ള കാര്യമാണ് വിശേഷാൽ അവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ലഭിച്ച ഈ ഫ്രീഡം, നമുക്ക് ലഭിച്ച ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കിയാൽ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. അത് ആത്മീയമായിട്ട് ഉയരാനും ആത്മീയമായിട്ട് ദൈവത്തെ സേവിക്കാനും സ്നേഹിക്കാനും ദൈവ മക്കളെ സ്നേഹിക്കാനും പരസ്പരം അന്യോന്യ ഭാരങ്ങളെ ചുമക്കാനുമായിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ, അത് ദൈവവചനത്തിനും ആത്മീയ കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ കൂടുതൽ സമയം കണ്ടെത്തുന്നെങ്കിൽ, അത് നിശ്ചയമായിട്ടും അത് ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഇടയായിത്തീരും. എന്നിട്ട് പറയുക, നന്മ ചെയ്യയിൽ നാം മടുത്തു പോകരുത്. നമുക്കറിയാമല്ലോ, ഇന്നത്തെ ലോക ജീവിതത്തിൽ മടുത്തു പോകുന്ന സാഹചര്യം. മടുക്കാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവ് തന്നെ പറഞ്ഞ, സ്നേഹം തണുത്തു പോകുന്നതുകൊണ്ട് അനേകരുടെ ഇത് തണുത്തു പോകും, അതിക്രമം വർദ്ധിക്കുന്നത് കൊണ്ട്. ദൈവസഭകളിൽ തന്നെ ദൈവ മക്കളെന്ന് പറയുന്നവരുടെ തന്നെ പല ആറ്റിറ്റ്യൂഡുകളും കാണുമ്പോൾ, ഞാൻ മാത്രം എന്നാത്തിന് ഇങ്ങനെയൊക്കെ വലിയ കൊണ്ടുപിടിച്ച് നടക്കുന്നേ, സ്വാഭാവികമായിട്ട് ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഒരു സാധ്യതയുള്ള ഒരു സ്ഥാനത്താണ് ഇവിടെ പറഞ്ഞേക്കുന്നത് നമ്മൾ തളർന്നു പോകരുത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി തളർന്നു പോകരുത്. കർത്താവിനെ നോക്കി വചനം ധ്യാനിച്ച് നമ്മൾ ശക്തിപ്പെടുകയും കർത്താവ് ഉദ്ദേശിച്ച സമയം വരെ നമുക്ക് ഈ ലോകത്ത് അവസരം നൽകിയത് വരെ നമ്മൾ ഇതൊക്കെ ചെയ്യാൻ ബാധ്യസ്ഥരാണ് എന്ന് ദൈവത്തിന് വചനം പറഞ്ഞേക്കുന്നത്. എന്നിട്ട് പറയുക, നിങ്ങളെ ചിലര് പരിച്ഛേദന ഏൽക്കാൻ നിർബന്ധിക്കുന്നത്, പരിച്ഛേദന ഏറ്റു കഴിഞ്ഞാൽ അന്നത്തെ ആ സോഷ്യൽ സാഹചര്യത്തിൽ അവർക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില എതിർപ്പുകളും ചില ഉപദ്രവങ്ങളും ഒക്കെ വേണമെങ്കിൽ ഒഴിവാക്കാം. നീ പരിച്ഛേദന ഏറ്റാണോ, രക്ഷിക്കപ്പെട്ടതാണോ, രക്ഷിക്കപ്പെട്ടു, പരിച്ഛേദന ഏറ്റാ, അതെ പരിച്ഛേദന ഏറ്റാ, അവനാ പിന്നെ കുഴപ്പമില്ല, നീ പോയിക്കോ എന്ന് പറയുന്ന ഒരു നിലയിൽ ഒരു ഡിസ്ക്രിമിനേഷൻ. കാരണം ഒരു സ്മോൾ സെറ്റ് ഓഫ് ആൾക്കാർ മാത്രമാണ് വിശ്വാസത്തെ മാത്രം മതി, പരിച്ഛേദനയും യഹൂദ കർമ്മങ്ങളുടെയും ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അനുഭവം. അല്ലെങ്കിൽ ചില കർമാചാരങ്ങളിലൂടെ അല്ല, പൂർണ്ണമായും വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു രക്ഷയുടെ അനുഭവത്തിലാണ് കടന്നു വന്നിരിക്കുന്നത്. അതിന് വേറെ യഹൂദ കർമ്മങ്ങളൊന്നും ആചരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത് കൊണ്ട് തീരുന്ന വിഷയമല്ല. അതിന്റെ പേരിൽ നമുക്കറിയാമല്ലോ, പൗലോസ് യെരൂശലേമിൽ ബന്ധിക്കപ്പെട്ടത്, പൗലോസിന് പോയ സ്ഥലങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായതൊക്കെ ഈ ഒരു പ്രസംഗത്തിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു. അപ്പോൾ പൗലോസ് പറയുക, എന്തിനെ നിങ്ങളെ നിർബന്ധിക്കുന്നു? അവരുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ആൾക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ എതിർക്കും. ഇന്ന് നമ്മൾ ചിലർ സുവിശേഷം പറഞ്ഞിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങളൊന്നും ഈ സുവിശേഷം പറയുന്നവരല്ല എന്ന് പറയുന്നവർ, എന്തൊരു ലജ്ജയാന്ന് ഞാൻ ആലോചിക്കുക. ഒരു ക്രിസ്ത്യാനിയായിട്ട് കണ്ടാലും ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, നിങ്ങൾ ആകയാൽ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് അരുളി ചെയ്തതൊക്കെ കൽപ്പിക്കാൻ തക്കവണ്ണം പ്രമാണിപ്പാൻ തക്കവണ്ണം കൽപ്പിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുക എന്ന് പറഞ്ഞ കർത്താവിന്റെ ശിഷ്യന്മാര് പറയുക, ഞങ്ങൾ അങ്ങനെ സുവിശേഷം പറയുന്നവരല്ല, അതങ്ങനെ ഒരു സോക്കേട് ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്രിസ്ത്യാനി അല്ലാതാ ഈ പറയുന്നതിന്റെ അർത്ഥം.
കാരണം കർത്താവ് പറഞ്ഞ അന്ത്യകൽപ്പന അനുസരിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരല്ലെങ്കിൽ പിന്നെ ഏത് ക്രിസ്ത്യാനിയെ, എന്ത് കാര്യമാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ക്രിസ്ത്യാനി അല്ല എന്നാണ് നിങ്ങൾ സ്വയം പ്രഖ്യാപിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടല്ല ഈ സുവിശേഷം. പിന്നെ പാരമ്പര്യമായിട്ട് ഏതോ ഒരു ഇതിൽ ജനിച്ചു വളർന്നു പോയി നിങ്ങളുടെ മനസ്സ് ഇന്നും അൺറിപ്പന്റന്റ് ആയിട്ടും അത് അത് അതൊരു വീണ്ടും ജനിക്കാത്ത മനസ്സും ഒരു ജഡപ്രകാരമുള്ള മനസ്സും ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരിക്കലും ഞാൻ സുവിശേഷത്തിന്റെ ആളാണ് എന്ന് പറയാനായിട്ട് അഭിമാനം തോന്നാത്തത്. അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, നിങ്ങൾ ഈ വീണ്ടും ജനനാനുഭവത്തിലും യേശു നിങ്ങളെക്കുറിച്ച് എന്തോ ഉദ്ദേശിച്ചോ ആ അനുഭവത്തിൽ നിങ്ങൾ വന്നിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ക്രൂശിനെ കുറിച്ച് ലജ്ജ തോന്നുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പം ഉപദ്രവം ഒന്ന് ഇല്ലാതിരിക്കാൻ വേണ്ടി രഹസ്യത്തിലൊക്കെ പറയൂ. അവര് വന്നു, അയ്യോ അതിന്റെ ഒന്നും ആവശ്യമില്ല, പിന്നെ ഞാനങ്ങ് പരിച്ഛേദന ഏറ്റു, കാരണം ഈ ചൊറ വേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാനങ്ങ് ഏറ്റതാണ് എന്ന് പറയുന്ന ഒരു നിലവാരം. അന്നേരം പൗലോസ്ലിയ പറയുന്നത്, എനിക്കോ ബാക്കി പലർക്കും ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം, പലർക്കും ഉപദ്രവവും ക്രൂശും അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ള ചില അഡ്ജസ്റ്റ്മെന്റ് സുവിശേഷങ്ങൾ ചെയ്യാം. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കും. ലോകം പറയുന്ന നിലയിലുള്ള ഒരു സുവിശേഷവും ആ മോഡലിലുള്ള ഒരു കാര്യവും പറയാനായിട്ട് എനിക്ക് കഴിയത്തില്ല. കാരണം എനിക്കും ലോകത്തിനും മധ്യത്തിൽ ഒരു കാര്യമുണ്ട്, അതാണ് യേശുവിന്റെ ക്രൂശ്. ഞാൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എനിക്കോ കർത്താവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരുത്. ഞാൻ ലോകത്തിലേക്ക് പോകാതിരിക്കാനും ലോകം എൻ്റെ അടുത്തേക്ക് വരാതിരിക്കാനും തക്കവണ്ണം ഞാൻ അവന്റെ ക്രൂശിലാണ് കിടക്കുന്നത്. ലോകാഭിപ്രായങ്ങൾക്ക് ഞാൻ ക്രൂശിക്കപ്പെട്ടവനാകുന്നു. അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് അവസരത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് ഉപയോഗിക്കുന്ന സുവിശേഷമല്ല ഞാൻ പ്രസംഗിക്കുന്നത്. കർത്താവ് എനിക്ക് വെളിപ്പാടിനാൽ പറഞ്ഞു തന്നതും അപ്പോസ്തലന്മാരും അവരൊക്കെ അംഗീകരിച്ചതും ആയിട്ടുള്ള ആ ഒരു സുവിശേഷത്തിന്റെ അണുവിട ഒരു കുത്തോ കോമയോ ഞാൻ മാറ്റിയിട്ടില്ല. വിശ്വാസത്താൽ നാം ദൈവമക്കളായി തീരുന്നു, യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം മാത്രമാണ് അതിന് ആധാരം എന്നുള്ള സുവിശേഷത്തിന് ഞാൻ ഇതുവരെ മാറ്റം വരുത്തിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഇതൊന്നും വേണ്ട, ഇച്ചിരി കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല. ഈ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്ന ഈ സുവിശേഷം മാത്രം പ്രസംഗിച്ചാൽ മതി. നമ്മൾ വേറൊരു വാക്യം നേരത്തെ കഴിഞ്ഞ ദിവസം കണ്ടു, അത് സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ കാര്യം എന്നുള്ള 5-ാം അധ്യായം 6-ാം വാക്യത്തിലാണ് നമ്മൾ കണ്ടു. പരിച്ഛേദനയല്ല, അഗ്രചരണവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ കാര്യം. ഇവിടെ നമ്മൾ വായിക്കുന്നത് പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം. അബ്രഹാം പാസ്റ്റർ അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞു. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഇനിയിപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ സാക്ഷിയായിട്ട് നമുക്ക് ജീവിക്കാം, അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താം, അവൻ്റെ നാമത്തെ ഉയർത്താം. നമ്മുടെ ഭാരത്തോടെ നമ്മുടെ സഹോദരങ്ങളെ, വീണുപോയ സഹോദരങ്ങളെ എഴുന്നേൽക്കാൻ തക്കവണ്ണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സമയം കണ്ടെത്തി ഈ വീണുപോയ മണികളെ പെറുക്കിയെടുക്കാനായിട്ട്, കാലാപെറുക്കാനായിട്ട് നമുക്ക് പോകാം. ഒരുപക്ഷെ അപമാനകരമായിട്ട് തോന്നാം, ഒരുപക്ഷെ അവരോടുകൂടെ നമ്മളെ പരിഗണിക്കപ്പെടുന്നു എന്നുള്ള ചിന്ത നമ്മളെ അലട്ടിയേക്കാം. കുഴപ്പമില്ല. അതും നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. അതിനായിട്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു.